കൊടുങ്കാറ്റിലും നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ചില വൻമരങ്ങളുണ്ട്. ആർത്തലച്ചു വരുന്ന കടലിനെ ചേർത്ത് നിൽക്കുന്ന ചില തീരങ്ങളുണ്ട്. ചതിക്കപ്പെട്ടാലും ഒറ്റപ്പെടുത്തിയാലും ചങ്ക് തകരാത്ത ആത്മാക്കളുണ്ട്. സൗഹൃദം നഷ്ടപ്പെട്ടു പോയാലും മനസ്സിടിഞ്ഞു പോകാത്ത ജീവിതങ്ങളുണ്ട്. കൊടും രോഗങ്ങൾ കാർന്നു തിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങളുണ്ട്. വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്ത, ഒരുപാട് പരിഹാസങ്ങളും അവഗണനകളും നേരിട്ടിട്ടും ഇന്നും തളരാത്തവരുണ്ട്. മലവെള്ളപ്പാച്ചിൽ പോലെ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇഷ്ടപ്പെട്ടതും ഇഷ്ടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇന്നും പ്രത്യാശ നഷ്ടപ്പെടാത്ത, പ്രതിസന്ധികൾക്ക് മുന്നിൽ അടിയറവ് പറയാത്ത, സകലതും നഷ്ടപ്പെട്ടിട്ടും വിദൂരമായ ഒരു ചെറിയ സാധ്യതയോടുപോലും വലിയ അഭിനിവേശമുള്ള മനുഷ്യരുണ്ട്. അവരെയാണ് ദൈവവിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ജോബ് എന്ന വിശ്വാസിയായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം പോലും ഒരിക്കൽ സാത്താനോട് ചോദിച്ചു, നീ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരികയാണെന്നല്ലേ പറഞ്ഞത്? നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനും ആയിട്ടുള്ള ആരെയെങ്കിലും നീ ഈ ഭൂമുഖത്ത് കണ്ടോ? സാത്താൻ പറഞ്ഞു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ തന്നെ അവൻ്റെ സമ്പത്തിൻ്റെ മേൽ ഒന്ന് കൈവച്ചാൽ അവൻ അങ്ങയെ ദൂഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. പിന്നീട് സംഭവിക്കുന്നത്, പെട്ടെന്ന് ഭൂമിയിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുകയും ജോബിൻ്റെ പുത്രീപുത്രന്മാരും സഹോദരങ്ങളും അടങ്ങുന്നവർ ഭവനം കൊടുങ്കാറ്റിൽ നിലം പതിച്ച് മരണപ്പെടുകയും ആ വാർത്ത ജോബ് കേൾക്കുകയും ചെയ്തു. അപ്പോൾ ജോബ് എഴുന്നേറ്റ് നിന്ന് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തിട്ടില്ല. ജോബിൻ്റെ 3-ാം അധ്യായം ആകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും, താൻ ജനിച്ച സമയത്തെയും ജനിപ്പിച്ച പിതാവിനെയും മാതാവിനെയും ഒക്കെ ശപിക്കുന്ന ഒരു ജോബിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. 40-ാം അധ്യായം ആകുമ്പോഴത്തേക്കും ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജനിക്കാതിരിക്കാൻ എൻ്റെ അമ്മയുടെ ഉദരം അങ്ങയ്ക്ക് അടച്ചുകൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. അങ്ങനെ ദൈവത്തോട് പല ചോദ്യോത്തരങ്ങൾ നടത്തുന്ന ഒരു ജോബിനെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. അവൻ ദൈവതിരുസന്നിധിയിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ വാ മൂടുന്നു. പിന്നെ ജോബ് ഒന്നും മറുതലിച്ച് പറയാനോ പിറുപിറുക്കാനോ ഒന്നിനും ജോബ് നിന്നിട്ടില്ല. അവസാനം 42-ാം അധ്യായം ആകുമ്പോഴത്തേക്കും ജോബ് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാകില്ലെന്നും ഞാൻ അറിയുന്നു. ജോബ് 42:1-2 വാക്യങ്ങൾ. ജോബ് ദൈവസന്നിധിയിൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്നിൽ നിന്ന് നീ തിരിച്ചെടുക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായി യാതനകൾ കടന്നു വരുന്നു. ഇന്ന് പറയപ്പെടുന്ന സോറിയാസിസ് എന്ന രോഗത്തിൻ്റെ മൂർത്തീഭാവമായ ഒരു വകഭേദം ജോബിന് പിടിപെടുന്നു. ഓട്ട് കഷ്ണങ്ങൾ കൊണ്ട്
ജോബ് തൻ്റെ ശരീരം മാന്തിക്കീറുന്ന അവസ്ഥകളും സമയങ്ങളും നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. സകലതും ഉണ്ടായിരുന്നവൻ ഒറ്റ നിമിഷം കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി, സകലരാലും വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരു ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം ആ പരീക്ഷണത്തിൽ ജോബ് ജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അവൻ്റെ വിശ്വാസം അത്രമേൽ വലുതായിരുന്നു. അവനും ദൈവവുമായുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത്ര ആഴമേറിയതായിരുന്നു. വിശുദ്ധനായ പൗലോസ്ലീഹ ഇതേപോലെ തന്നെ കുറേ പീഡനങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും ഏകദേശം 26ഓളം പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. എങ്കിലും താൻ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തോട് മൊത്തം ദൈവമെന്ന സത്യത്തെപ്പറ്റി വിളിച്ചു പറയാനും സുവിശേഷത്തിന് ഒരു വലിയ സാക്ഷിയായി തീരുവാനും പൗലോസ്ലീഹയ്ക്ക് കഴിഞ്ഞു. അതെല്ലാം ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയായിരുന്നു. ഇന്ന് തലമുറകളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പള്ളികളിൽ പരിശുദ്ധ കുർബാനയ്ക്കോ മറ്റ് ശുശ്രൂഷകൾക്കോ ആളുകൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന്, നമ്മൾക്ക് സമയങ്ങൾ നൽകിയ, സാധ്യതകൾ നൽകിയ ദൈവത്തിന് കൊടുക്കുവാൻ ഇന്ന് സമയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതതി. ചെറിയ ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും ചിതറിപ്പോകുന്ന യുവത്വങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ, നഷ്ടപ്പെടലുകൾ, പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, ആശ്രയത്വം നഷ്ടപ്പെട്ട് അവസാനം ഒരു മുഴം കയറിൽ എത്തി നിൽക്കുന്ന ജീവിതങ്ങൾ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണമുള്ള കൊച്ചു കേരളമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന സ്ഥലം. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ധ്യാനകേന്ദ്രങ്ങളുള്ളതും ധ്യാനങ്ങൾ നടക്കുന്നതുമായ സ്ഥലം വേറൊന്നില്ല. എന്നിട്ടും എന്താണ് ആത്മഹത്യകൾ കേരളത്തിൽ പെരുകുന്നത്? വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറ, പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന ഒരു വലിയ ക്രിസ്ത്യൻ സമൂഹമുള്ള ഇടം, ഉള്ളിലുള്ള ശക്തനായവനെ മറന്ന് ലോകത്തിലുള്ളവനെ ആശ്രയിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കില്ല, എത്ര അന്വേഷിച്ചാലും അത് കണ്ടെത്താനും പോകുന്നില്ല. മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം ഇടക്കാലത്തേക്ക് മാത്രമാണ്. മാറി മാറി വരുന്ന വേദനകൾ യേശുവിൻ്റെ മാറ്റപ്പെട്ട കുരിശിനെ ഓർമ്മിപ്പിക്കും. ആദ്യം തോളിൽ, ഇടയ്ക്ക് മറ്റൊരാളുടെ തോളിൽ, പിന്നീട് വീണ്ടും തോളിൽ, അവസാനം മുഴുവനായി തോളിൽ വഹിക്കുന്നു. ചില വേദനകളുടെയും നഷ്ടപ്പെടലിൻ്റെയും ആഴം അങ്ങനെയാണ്. ആ ആഴങ്ങളിൽ നിന്ന് കരകയറി വരുവാൻ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്വവുമാണ് വേണ്ടത്. നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട APJ സാർ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. തിരമാലകളെ എനിക്കിഷ്ടമാണ്, അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. താണുപോകുമ്പോഴും ഉയർന്നു വരുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. വിശ്വാസികൾക്കുള്ള ഉപദേശമായി വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു.
പ്രശ്നങ്ങളുടെയും തീരാദുഃഖങ്ങളുടെയും തീരാവേദനകളുടെയും ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകൾ ഉള്ളിൽ കടിച്ചൊതുക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കുക. അവൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. വചനം പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അഭികാമ്യം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. സകല ആശ്രയവും നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആശ്രയത്വത്തിൽ മുന്നോട്ട് പോകാം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം.